ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം പ്രിട്ടി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ നിങ്ങളൊക്കെ കാത്തിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇപ്പൊ ആനുവൽ എക്സാം വരുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്നൊരു ഐഡിയ നിങ്ങൾക്കില്ലല്ലോ. പക്ഷെ ആ ഐഡിയ നിങ്ങൾക്ക് ഞാൻ ശരിയാക്കി തരാം. എല്ലാം നമുക്ക് സോൾവ് ചെയ്യാം. എല്ലാത്തിനും ഉത്തരം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ പ്രത്യുൽപാദന ആരോഗ്യത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോയാലോ? നിങ്ങൾ റെഡി ആണെങ്കിൽ മിസ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തരാം. അപ്പൊ അതിന് മുന്നേ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമാണ് എല്ലാം നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെയും ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ വേണം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഇതാണ്, അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വേണം മിസ്സേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്ത് അതൊക്കെ മിസ് കൊണ്ട് തരുന്നതാണ് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Correct the underlined part and rewrite the statement if any mistake. അല്ലെ, ഇവിടെ അണ്ടർലൈൻഡ് പാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതങ്ങനെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല, അത് ശരിയാക്കുകയും കൂടെ വേണം. അപ്പൊ നമുക്ക് നേരെ ചോദ്യം നോക്കാം, ഏതാണ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തെറ്റുള്ളത് ഏതാണെന്നുള്ളത്, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, ദ ഫ്യൂഷൻ ഓഫ് സ്പേം വിത്ത് ഓവം ടേക്സ് പ്ലേസ് ഇൻ ദ ഓവിഡക്ട്. ശരിയല്ലേ? എവിടെയാണ്? അണ്ടവാഹിയിൽ വെച്ചാണ് പുംബീജവും അതുപോലെ തന്നെ നമ്മുടെ അണ്ടവും കൂടി ചേർന്നിട്ടുള്ള ബീജ സംയോഗം നടക്കുന്നത്. അത് ഒവിഡക്ട് അല്ലെങ്കിൽ ഫലോപ്പിൻ ട്യൂബിലാണ്. അത് കറക്റ്റ് ആണല്ലോ, അണ്ടവാഹിയാണ്. ഇനി രണ്ടാമത്തേതോ, മോറുല ഗ്രോസ് അറ്റാച്ച് ടു ദ ലൈനിങ് കോൾഡ് എൻഡോമെട്രിയം. അത് ശരിയാണോ? അല്ല, മോറുല അല്ല എവിടെ വരുന്നത്. മോറുലയ്ക്ക് പകരം നമ്മൾ അവിടെ എഴുതേണ്ടത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ്. എന്താ വരിക? ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ യൂട്രസിന്റെ അല്ലെങ്കിൽ ഗർഭപാത്ര ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്നത്. അപ്പൊ ആ ഗ്രൂപ്പ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. Then zygote is formed inside the ovary. ഓവറിന്റെ ഉള്ളിലാണോ സൈഗോട്ട് ഫോം ചെയ്യുന്നത്? അല്ല, സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻസൈഡ് ദി ഓവിഡക്ട്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, ബീജ സംയോഗം ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് രൂപപ്പെടുന്നത് എവിടുന്നാണ്? അണ്ടവാഹിയിലാണ്. അണ്ടാശയത്തിലല്ല, അണ്ടവാഹിയിലാണ്. അപ്പൊ ഇതും തെറ്റാണ്. ഇനി സ്പേംസ് റീച്ച് ദ യൂട്രസ് ത്രൂ ഓവിഡക്ട്. യൂട്രസിലേക്ക് എത്തുന്നത് ഓവിഡക്ട് വഴിയാണോ എന്നാണ് ചോദ്യം. സ്പേം റീച്ച് ദി യൂട്രസ് ത്രൂ ഓവിഡക്ട്. യൂട്രസിലൂടെയാണോ ഓവിഡക്ട്, അല്ലെങ്കിൽ യൂട്രസിലേക്ക് സ്പേം എത്തുന്നത് ഓവിഡക്റ്റിലൂടെയാണോ? അല്ല, വജൈന വഴിയാണ്, അല്ലെ, യോനി വഴിയാണ് എത്തുന്നത്. യോനിയിലൂടെയാണ് നേരെ യൂട്രസിലേക്ക് ചെന്ന് ഈ സ്പേം പിന്നെ എവിടേക്ക് എത്തുന്നതോ നമ്മുടെ ഓവറിലേക്ക് വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ സെർവിക്സ് അല്ലെങ്കിൽ യോനി ഏതാണെന്ന് വേണം നിങ്ങൾക്ക് എഴുതാം, അത് പ്രോപ്പർ ആയിട്ട് എഴുതിയാൽ മതി. ഇനി അടുത്തത് ആൻസർ നമ്മൾ എഴുതി. വിച്ച് ക്യാരക്ടേഴ്സ് ഫീച്ചർ ഇസ് നോട്ട് എ ബേസിസ് ഫോർ ദ ബയോളജിക്കൽ ഡിഫറൻഷിയേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ ജീവശാസ്ത്രപരമായി ആൺ പെൺ ലിംഗഭേദത്തിന് അടിസ്ഥാനമല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അടിസ്ഥാനമല്ലാത്തത്. അപ്പൊ ഹോർമോൺസ്, ക്രോമസോം, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്, എൻസൈമും വന്നിട്ടുണ്ട്. രണ്ടാൾക്കും വ്യത്യാസം ഇല്ലാത്തത് ഏതാണ്? അത് എൻസൈമുകളാണ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എൻസൈംസ് ഒരേപോലെ തന്നെ പ്രവർത്തിക്കുന്നു. സെക്സ് ഹോർമോൺസ് ആണ് വ്യത്യാസമൊക്കെ വരുന്നത്, എൻസൈംസ് ഒരേപോലെ തന്നെയാണ്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഗിവൻ ക്വസ്റ്റ്യൻ. 3 മാർക്കിനും 4 മാർക്കിനും വരുന്ന പ്രധാനപ്പെട്ട ചിത്രമാണിത്. ഹൗ ഡസ് ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ് ഫോംഡ്? വാട്ട് ആർ ദ ഫംഗ്ഷൻ പെർഫോംഡ് ബൈ പാർട്ട് വൈ? ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയിൽ അമ്നിയോട്ടിക് ദ്രവം വഹിക്കുന്ന പങ്ക്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ റോൾ എന്താണെന്ന് നമുക്ക് എഴുതണം. ഈ തന്നിട്ടുള്ള എഗ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ പ്ലാസെന്റയാണ്, അല്ലെ? എഗ്സ് എന്ന് പറയുന്നത് പ്ലാസെന്റയാണ്, അല്ലെ? നമ്മുടെ ഫീറ്റൽ ടിഷ്യൂസ്, അതായത് കുഞ്ഞുണ്ടാവുന്ന ഫീറ്റസിന്റെ ടിഷ്യൂസും അതുപോലെ തന്നെ നമ്മുടെ എൻഡോമെട്രിയം, യൂട്രസിലുള്ള ഭിത്തിയിലെ ടിഷ്യൂസ് ഒക്കെ ചേർന്നിട്ടാണ് പ്ലാസെന്റ ഉണ്ടാകുന്നത്. വൈ എന്ന് പറയുന്നത് എന്താണ്? അംബ്ലിക്കൽ കോഡാണ്. അംബ്ലിക്കൽ കോഡ് നമ്മൾ പറയും പൊക്കിൾ കൊടി, അല്ലെ? പൊക്കിൾ കൊടി എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തേത് പ്ലാസെന്റ. വൈ എന്ന് പറയുന്നത് എന്താണ്? ആ പ്ലാസെന്റ എങ്ങനെ രൂപപ്പെടുന്നു? ഫോംഡ് ബൈ എംബ്രിയോണിക് ആൻഡ് യൂട്രൈൻ ടിഷ്യൂസ്, അല്ലെ? ഭ്രൂണകലകളും ഗർഭാശയങ്ങളും ചേർന്നിട്ടാണ് എന്ത് രൂപപ്പെടുന്നത്? പ്ലാസെന്റ രൂപപ്പെടുന്നത്. പിന്നെ അംബ്ലിക്കൽ കോഡ് നമ്മൾ പറഞ്ഞിരുന്നു, അതിന്റെ ഫംഗ്ഷൻ എന്താ? ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ബോഡി ഓഫ് ഫീറ്റസ് ആൻഡ് റിമൂവ് ദ വേസ്റ്റ്, അല്ലെ? ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിൽ എത്തിക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതും ആരാണ്? ഈ അംബ്ലിക്കൽ കോഡാണ് പ്ലാസെന്റ വഴി കണക്ട് ചെയ്തിട്ട് പോകുന്നത്. ആൻഡ് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയിൽ അമ്നിയോട്ടിക് ദ്രവം, അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ റോൾ എന്താണ്? പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ ഓഫ് ഫീറ്റസ് ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. ഗർഭസ്ഥ ശിശുവിന്റെ
നിർജ്ജലീകരണം തടയുന്നു, അതിൽ ജലം ഇല്ലാതാവുന്ന അവസ്ഥ തടയുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു, പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡാണ്. ഈ ചിത്രം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. അടുത്തത് ഇതാ, ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ഓഫ് എ ഫീറ്റസ് ഈസ് ഗിവൺ, അറേഞ്ച് ദം അപ്രോപ്രിയറ്റ്ലി ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഗർഭസ്ഥ ശിശുവിന്റെ ക്രമാനുഗതമായ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങൾ തന്നിരിക്കുന്നു, അവ ഉചിതമായി ക്രമീകരിച്ച പട്ടിക പൂർത്തിയാക്കാനാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചിത്രത്തിൽ നിന്നാണ് സെറ്റാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെങ്ങനെ നമ്മൾ ആൻസർ ചെയ്യുന്ന നോക്കാം. ഗ്രോത്ത് ഓഫ് ഹെയർ ഓൺ ദ ഹെഡ് ആൻഡ് ബോഡി, ബോഡി സൈസ് ഇൻക്രീസ്, ഹാർട്ട് ബീറ്റ് ബിഗിൻസ്, ഫോർമേഷൻ ഓഫ് ലിംബ്, ഫിംഗർ ആൻഡ് ടോസ്, ലങ്സ് അറ്റൈൻ കംപ്ലീറ്റ് ഗ്രോത്ത്, ഐലിഡ് ഓപ്പൺ അല്ലെ, കണ്ണ് തുറന്നു വരുന്നതും, ഗർഭശിശുവിന്റെ ചലനം, ഇതൊക്കെയാണ്. ഇത് പ്രോപ്പർ ആയിട്ട് ടേബിൾ ആക്കി എഴുതാൻ ഇത് ഈ ചിത്രം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ആദ്യം നമ്മൾ കാണുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്, 1ാം ത്രൈമാസം. അപ്പോഴാണ് ഹൃദയമിടിപ്പ് വരുന്നത്, ലിംസ് കൈയും കാലും ടോസ് ഒക്കെ വളരുന്നത്, അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങൾ സെക്സ് ഓർഗൻസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ 1ാം ത്രൈമാസത്തിലാണ്. അതാണ് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന എന്താണ് ജെൻഡർ റിവീലൊക്കെ കാണാറില്ലേ, അതൊക്കെ ഈ ഒരു സമയം കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. രണ്ടാമത്തേത് സെക്കൻഡ് ട്രൈമസ്റ്റർ അല്ലെ, 2ാം ത്രൈമാസം നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ദ ഗ്രോത്ത് ഓഫ് ഹെയർ ഓൺ ദ ബോയർ ബോഡി അല്ലെ, മുടിയും അതുപോലെ തന്നെ ഇതൊക്കെ രോമങ്ങളൊക്കെ വളരുന്നത്, പിന്നെ ഗർഭസ്ഥ ശിശുവിന്റെ ചലനം, ബേബി അനങ്ങി തുടങ്ങുന്നത് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്. ആൻഡ് ഐലിഡ്സ് ഓപ്പൺ, ഐ ലാഷസ് ആർ ഫോംഡ് അല്ലെ, കൺപോളകൾ തുറന്ന് കൺപീലൊക്കെ രൂപപ്പെടുന്നത് സെക്കൻഡ് ട്രൈമാസം 2ാം ത്രൈമാസത്തിലാണ്. ഇനി തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കോ ലങ്സ് അറ്റൈൻ കംപ്ലീറ്റ് ഗ്രോത്ത്, ഇല്ല ശ്വാസകോശമൊക്കെ പൂർണ്ണ വളർച്ചയെത്തുന്നു, ബോഡി സൈസ് ഇൻക്രീസ്, ഗെയിനിങ് ബോഡി വെയിറ്റ് അല്ലെ, ശ്വാസകോശം പൂർണ്ണമായിട്ട് എന്ത് ചെയ്ത് വളർച്ചയെത്തി, ശരീര വലിപ്പം കൂടുന്നു, ശരീരഭാരം വർദ്ധിക്കാനും തുടങ്ങുന്നു. ഇത് 3ാമത്തെ ട്രൈമസ്റ്ററിലാണ്. ഇത് പ്രോപ്പർ ആയിട്ട് പഠിക്കാം. 1 മുതൽ 3 മാസം വരെ, പിന്നെ 4 മുതൽ 6, പിന്നെ 7 മുതൽ 9 മാസം വരെ. ഇത് പ്രോപ്പർ ആയിട്ട് ഓർഡറിൽ മാറ്റങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അടുത്തത് ചേഞ്ചസ് ഹാപ്പനിങ് ടു മദേഴ്സ് ബോഡി ഡ്യൂറിങ് പ്രഗ്നൻസീസ് ആർ ഗിവൺ ബിലോ. ഗർഭാവസ്ഥയിൽ മാതാവിന്റെ ശരീരത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. തിക്നെസ് ഓഫ് ഇന്നർ ലൈനിങ് ഓഫ് യൂട്രസ് ഡിക്രീസസ്. യൂട്രസ് അല്ലെങ്കിൽ നമ്മുടെ ഗർഭാശയ ഭിത്തിയുടെ കനം കുറയുന്നു എന്നാണ് പറയുന്നത്. പ്രഗ്നൻസിന്റെ ടൈമിലെ കാര്യമാട്ടോ പറയുന്നത്. ദെൻ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ടെമ്പററി, ആർത്തവം താൽക്കാലികമായി നിലയ്ക്കുന്നു. ലോവർ ബോഡി വെയിറ്റ്, ശരീരഭാരം കുറയുന്നു. മൂഡ് സ്വിംഗ്, ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ആൻഡ് ആങ്സൈറ്റി, മാനസിക വ്യതിയാനങ്ങൾ, ഉയർന്ന വൈകാരിക സംവേദനക്ഷമത, ഉത്കണ്ഠ. ഇതിലേതാണ് ഒരു ലേഡി പ്രഗ്നന്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു അമ്മയാവുന്ന ടൈമിലേക്ക് ആ പ്രസവം അല്ലെങ്കിൽ ഗർഭിണി ആവുന്ന ടൈമിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന ചോദ്യം. അപ്പൊ ഗർഭിണി ആവുമ്പോഴത്തേക്കും അവിടെ മെൻസ്ട്രേഷൻ നിൽക്കുന്നു അല്ലെ, ആർത്തവം താൽക്കാലികമായി നിൽക്കുന്നുണ്ട്. പിന്നെ മൂഡ് സ്വിംഗ്, ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ആൻഡ് ആൻസൈറ്റി, മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ, വൈകാരിക സംവേദനത, ഉത്കണ്ഠ, ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈമാണിത് ഈ ഒരു ടൈം. അപ്പൊ ഇത് രണ്ട് പ്രോപ്പർ ആയിട്ട് എഴുതാം. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇത് 2 മാർക്കിനാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാക്സിൻ ഇസ് ഗിവൺ ടു പ്രഗ്നന്റ് വുമൺ ചോദിക്കാനുള്ളതാണ്. BCG വാക്സിൻ, പെൻഡ വാക്സിൻ, റുബെല്ല വാക്സിൻ, നൺ ഓഫ് ദി അബോവ്. ഗർഭിണികൾക്ക് നൽകുന്ന വാക്സിൻ ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാലോ. റുബെല്ല വാക്സിൻ ആണ് ഗർഭിണികൾക്ക് കൊടുക്കുന്നത്. ദെൻ കംപ്ലീറ്റ് ദ ടേബിൾ. കോൺട്രാസെപ്റ്റീവ് മെത്തേഡും അതിന്റെ പെക്യുലാരിറ്റിയുമാണ് തന്നെ. നമ്മൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് പലതരത്തിൽ പഠിക്കുന്നുണ്ട്. വെസക്ടമി, ട്യൂബക്ടമി, അതുപോലെ തന്നെ കോണ്ടംസ്, ഡയഫ്രംസ്, ഇതൊക്കെ പഠിക്കുന്നതാണ്. പ്രോപ്പർ ആയിട്ട് മാച്ച് ചെയ്താൽ മാത്രം മതി. അതിന്റെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്താ വരുന്നത് അതും കൂടി എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആദ്യത്തേത് ഡയഫ്രം എന്ന് പറയുന്നത്. ഡയഫ്രം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് സ്പേം ഫ്രം റീച്ചിങ് ദ യൂട്രസ് അല്ലെ. പുംബീജങ്ങൾ ഗർഭാശയയിൽ എത്തുന്ന തടയാൻ വേണ്ടി സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ഉറയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത്. ആൻഡ് ബി എന്ന് പറയുന്നത് പ്രിവെന്റ് ഡെപ്പോസിറ്റ് ഓഫ് സ്പേംസ് ഇൻ വജൈന. പുംബീജങ്ങൾ യോനിയിൽ നിക്ഷേപിക്കുന്ന തടയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് നമ്മൾ പറയുന്ന കോണ്ടംസ് എന്ന് പറയുന്നത് അല്ലെ. കോണ്ടം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഗർഭനിരോധന ഉറകൾ എന്ന് പറയും. ഓക്കെ, അതാണ് വജൈനയിൽ സ്പേം എത്തുന്നത് തടയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനോ, ഇന്ററപ്റ്റ് ഓവുലേഷൻ. അണ്ടവാഹിയെ മുറിച്ചോ കെട്ടിവെച്ചോ അല്ലെ. ഇവിടെ പറയുന്ന ഏതാണ്? പുംബീജ അണ്ടോത്സർജനം തടസ്സപ്പെടുത്തുന്നു. അവിടെ അണ്ടത്തിന്റെ ഉത്സർജനം ഉണ്ടാവുന്നില്ല. അതെന്താണ് സംഭവം? ബൈ കട്ടിംഗ് ഓർ ടൈങ് ഓവിയുടെ പാസേജ് ഓഫ് സ്പേം ഈസ് ബ്ലോക്ക്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്യൂബക്ടോമി എന്ന് പറയുന്നത് അല്ലെ. ട്യൂബക്ടോമിയിലെ പ്രത്യേകത ഇതാട്ടോ മിസ് പറയുന്നത്. ട്യൂബക്ടോമി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവിഡക്റ്റ് കട്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? കെട്ടിവെക്കും. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഈ പറയുന്ന ഓവത്തിന്റെ ട്രാൻസ്ഫറിങ് നടക്കുന്നില്ല. അതാണ് ട്യൂബക്ടോമി. പിന്നീട് പറയുന്ന ഏതാണ്? ഓവുലേഷൻ ഇന്ററപ്റ്റ് ചെയ്യുന്ന അണ്ടോത്സർജനം നടത്താത്തതിനെയാണ് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്
പില്ലുകൾ അല്ലെങ്കിൽ ഹോർമോൺ ഗുളികകൾ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നില്ല, അവിടുന്ന് ഓവം ഉണ്ടായി കുഞ്ഞെ അവൻ സമ്മതിക്കുന്നില്ല. അതിന് മുന്നേ തന്നെ അതിനെ എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നതാണ് ഈ കോൺട്രാസെപ്റ്റീവ് പില്ലുകൾ. പിന്നെയാണ് നമ്മൾ വരുന്ന വസക്ടമി. വസക്ടമി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ഡിഫറൻസ് അല്ലെ, കട്ടിങ് ഓഫ് ടൈം വാസ്റ്റ് ഡിഫറൻസ്. പുരുഷന്മാരിലെ വാസ്റ്റ് ഡിഫറൻസിനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നു. അപ്പൊ സെമന്റെ ട്രാൻസ്ഫർ നടക്കുന്നില്ല. അതാണ് എന്ത് വസക്ടോമി എന്ന് പറയുന്നത്. പിന്നെ ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകളുണ്ട്, IUTs. അതെന്ത് ചെയ്യുന്നു, ഗർഭാശയ ഉപകരണങ്ങൾ പ്രിവെന്റ് ഇംപ്ലാന്റേഷൻ, കുഞ്ഞ് ഈ ഗർഭാശയ ഭിത്തിയിലേക്ക് രൂപപ്പെടുന്നത് തടയുന്നതാണ് എന്ത് IUT എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. കാരണം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് പലതവണ ചോദിക്കുന്നതാണ് മാത്സ് ഫോളോയിങ് ആയിട്ട്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട്. അപ്പോൾ മറന്നു പോകരുത്. ഡയഫ്രം സ്ത്രീകൾ എന്താണ് ഈ പറയുന്ന സ്പേം ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതേ ടൈമില് യൂട്രസിൽ എത്താതിരിക്കാൻ സഹായിക്കുന്നതാണ് ഡയഫ്രം. കോണ്ടം എന്ന് പറയുന്നത് എന്താണ്, ജൈനയിലേക്ക് സ്പേം എത്താതിരിക്കാൻ സഹായിക്കുന്നതാണ്. ട്യൂബക്ടമി ഫീമെയിൽസിൽ, വസക്ടമി മെയിൽസിൽ നടത്തുന്നതാണ്. ആൻഡ് കോൺട്രാസെപ്റ്റീവ് പില്ലുകൾ എന്ത് ചെയ്യുന്നു, ഓവുലേഷൻ തടയുന്നു അല്ലെ, ഇവിടെ ഇന്ററപ്റ്റ് ഓവുലേഷൻ ആണ്. അപ്പൊ അത് പ്രോപ്പറായിട്ട് പഠിക്കുക. പിന്നെയുള്ളതാണ് IUTs, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്നും പറയുന്നത്. അടുത്തത് ഒബ്സർവ് ദി ഇമേജസ് ഓഫ് സം പാത്തജൻ കോസിംഗ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ലൈംഗിക രോഗങ്ങൾക്ക് കാരണമാവുന്ന ചില രോഗകാരികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു. ഈ ഓരോ രോഗകാരിയാണ്, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം അതേപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന രോഗാണു ഏതാണെന്ന് കണ്ടെത്താൻ പഠിക്കണം. ആൻഡ് ഹൗ ക്യാൻ വി പ്രിവെന്റ് ലോങ് ടേം കോൺസിക്വൻസസ് യൂസിങ് ട്രാൻസ്മിഷൻ ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ഇതുപോലെ ലൈംഗികപരമായി പരന്നുന്ന രോഗങ്ങളെ എങ്ങനെ നമുക്ക് തടയാം, ലോങ് ടേം ആയിട്ട് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം ഈ ABC എന്താണെന്ന് കണ്ടെത്തണം. A എന്ന് പറയുന്ന HIV, B എന്ന് പറയുന്നത് ഗോണോകോക്കൈ ആൻഡ് C എന്ന് പറയുന്ന ട്രിപ്പോണിമ പാലിഡമാണ്. 3 രോഗാണുക്കളെ തിരിച്ചറിയാൻ നിങ്ങൾ പഠിക്കണം. ഫിഗർ മാറിപ്പോകണ്ട. ആൻഡ് vaccinations against HPV, hepatitis B infections are available. Ensure genital hygiene, seek immediate medical attention if symptoms occur. നീണ്ട കാലത്തേക്കുള്ള ഒരു പ്രതിരോധം എന്ന് പറഞ്ഞാൽ വാക്സിനുകൾ എടുക്കുക. ഇത്തരത്തിൽ വരുന്ന ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ളതും HPV വൈറസിനൊക്കെ ഉള്ളത് വാക്സിൻസ് അവൈലബിൾ ആണ്. അത് നമ്മൾ നേരത്തെ കുത്തിവെക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ പകരാതിരിക്കാൻ സഹായിക്കും. അത് ലോങ് ടേം ഒരു പ്രിവെൻഷൻ ആണ്. 2 എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഹൈജീൻ നമ്മൾ നടത്തുക. ലൈംഗിക സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞാൽ പ്രോപ്പർ ഹൈജീനും ബാത്ത് കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഇത്തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം ഈ രീതിയിൽ വേണം ഇതിനെ ആൻസർ ചെയ്താൽ. അപ്പം ഈ മൈക്രോ ഓർഗാനിസംസിനെ കണ്ടെത്താനുള്ളത് ചിത്രം കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കാം. ഒന്നാമത്തേത് HIV ആണ്, അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഫിഗർ കണ്ടിട്ടുണ്ടാവും. രണ്ടാമത്തേത് ഗോണോകോക്കയാണ്, ഒരു 2 ചന്ദ്രൻ കൂടി നിൽക്കുന്ന പോലെ കാണുന്ന ഗോണോകോക്കയാണ്. പിന്നെ ഇതുപോലെ സ്പൈറൽ ആയിട്ട് കാണുന്നതാണ് ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടു. ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. ഈ ചാപ്റ്ററും അതുപോലെ തന്നെ നന്നായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ആൻഡ് നമ്മുടെ ലൈവ് വരുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് റിവിഷൻ ചാപ്റ്റർ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ആ ചാപ്റ്റർ റിവൈസ് ചെയ്ത് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, 13-ാം തീയതി രാത്രി 7 മണിക്കുള്ള ലൈവിൽ വരാൻ മിസ് ചെയ്യരുത്. See you soon in the next video. Bye bye.